നമസ്കാരം. സിനിമാ താരങ്ങളുടെ സ്ഥാനാർത്ഥിത്വമാണല്ലോ നാടെങ്ങും ചർച്ച. സ്ഥാനാർത്ഥി പട്ടിക കുളമാക്കി UDF-കാർക്ക് വിജയമുറപ്പിക്കാൻ ശപഥമെടുത്തതുപോലെയാണ് CPIM-ന്റെ ചർച്ചകൾ. ഏറ്റവും ഒടുവിൽ KPSC ലളിത സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. മോഹിച്ച് തളർന്ന ചെറിയാൻ ഫിലിപ്പും മോഹഭംഗത്തോടെ പിന്നടത്തത്തിലാണ്. അതേസമയം മുകേഷിനും ജഗദീഷിനും സിദ്ദിഖിനും പിന്നാലെ നടൻ അശോകനും കൂടി വരുന്നതോടെ അപൂർവ താരസംഗമത്തിനും നിയമസഭാ തെരഞ്ഞെടുപ്പ് വേദിയാവുകയാണ്. അരാഷ്ട്രീയമായ താരസംഗമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെമോക്രസി തുടങ്ങുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകെ താരമയമാണ്. KPSC ലളിത സഖാക്കളുടെ പ്രതിഷേധവും പ്രകടനവും എല്ലാം കണ്ട് പേടിച്ച് സ്ഥാനാർത്ഥിയാകാൻ നമ്മളില്ലേ എന്നങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഭീമൻ രഘുവും ഗണേശനും എല്ലാം റെഡിയായി നിൽക്കുമ്പോൾ 4 സ്ഥാനാർത്ഥികളുടെ വരവ് ആരെയും ചിരിപ്പിക്കും. ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിലൂടെ മലയാളികളെ ആകെ ചിരിപ്പിച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച 4 പേരാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. ഇവരിൽ മുകേഷ് CPIM സ്ഥാനാർത്ഥിയായി കൊല്ലത്തും, ജഗദീഷ് കോൺഗ്രസുകാരനായി പത്തനാപുരത്തും, സിദ്ദിഖ് മറ്റൊരു കോൺഗ്രസുകാരനായി അരൂരും മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോഴാണ് താൻ മാത്രം ഒഴിഞ്ഞു നിന്നാൽ ശരിയാകില്ലല്ലോ എന്ന് സാക്ഷാൽ അശോകൻ ചിന്തിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അതാ വരുന്നു അശോകൻ. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാണത്രേ കുപ്പായമിടുന്നത്. അപ്പോൾ ഇൻ ഹരിഹർ നഗറിന്റെ 4ാം ഭാഗം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരങ്ങിലെത്തും എന്നർത്ഥം. 4ാം ഭാഗത്തിന്റെ സംവിധായകൻ പക്ഷേ സിദ്ദിഖോ ലാലോ ഒന്നുമല്ല എന്ന് മാത്രം. ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് തോന്നുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിന്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്ക് എല്ലാവർക്കും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഞാനിവിടെ വന്നപ്പോ എനിക്ക് റോൾ മോഡൽസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഈ വേദിയിൽ മുഴുവൻ. അതാണ് ജഗദീഷ് സ്ഥലത്തെത്തുമ്പോഴേക്കും ബാക്കിയുള്ളവർ തയ്യാറായി കഴിഞ്ഞു. ഇനി അതത് പാർട്ടിക്കാർ പ്രഖ്യാപിച്ചാൽ മാത്രം മതി. ജഗദീഷ് പഴയ കോളേജ് അധ്യാപകനും കോമഡി നടനും എന്നതിലുപരി തത്വശാസ്ത്രത്തിനപ്പുറത്ത് മനുഷ്യത്വം പ്രധാനമായി കരുതുന്ന ഒരു അപ്പുക്കുട്ടനാണത്രേ. അതുകൊണ്ട് ജഗദീഷിന്റെ വരവ് KB ഗണേഷ് കുമാറിന് പത്തനാപുരത്ത് പേടിയുണ്ടാക്കുമത്രേ. ഗണേശനെ തോൽപ്പിച്ചാലും ഇല്ലെങ്കിലും ജഗദീഷിന്റെ വരവ് കണ്ട് കൂട്ടുകാർ 3 പേരും അത്യാഹ്ലാദത്തിലാണ്. നിനക്ക് സുഖമാണല്ലോ അല്ലേടാ? പിന്നെ നടുവും തല്ലി വീണ നല്ല സുഖമല്ലേ? ഇങ്ങനെ കിടന്നാലെങ്ങനെ എഴുന്നേറ്റ് മാറണം അങ്ങോട്ട്. മനുഷ്യത്വം ഞാൻ വിശ്വസിക്കുന്ന അതിലാണ്. മാനവികത, പ്രത്യയശാസ്ത്രത്തിനപ്പുറം നമുക്കൊക്കെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്? ആർക്കാ? പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ വരുന്നത്. അവനെ വിളിച്ചു പറഞ്ഞേക്കാം. ഒരു മാറ്റമില്ലല്ലോ. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ സഹായിക്കാൻ കഴിയാത്തതിന്റെ കുറ്റബോധമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിലെ മനുഷ്യത്വം ഉയരും എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പോവാ. നീ പോലെ ബുദ്ധിയില്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? മുകേഷ് രാഷ്ട്രീയ കണ്ണിലൂടെ നോക്കിയത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ജഗദീഷിന് ബുദ്ധിയില്ല എന്ന് ആരാണ് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന ഒരു ചടങ്ങിൽ ജഗദീഷ് നടത്തിയ പ്രസംഗം കേട്ടാൽ മാത്രം മതി. ഇടതുപക്ഷ സഹയാത്രികരായ നേതാക്കളെ ആവോളം വാഴ്ത്തുന്ന ആ വാക്കുകൾ കേട്ടാൽ കോൺഗ്രസുകാർ പോലും അന്തിച്ചു പോകും. ഉദാഹരണത്തിന് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കാര്യം. വേദിയിലിരിക്കുന്ന കടന്നപ്പള്ളിയുടെ ആദർശ ശുദ്ധിയെക്കുറിച്ച് പറഞ്ഞ് ജഗദീഷ് അങ്ങ് കരഞ്ഞുപോയി. കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയ ചടങ്ങ് മറന്നോന്നു. മറന്നിട്ടില്ല, ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചായ കുടിച്ചത് അങ്ങും മറന്നു കാണാൻ വഴിയില്ല. സാധാരണക്കാരന്റെ ഒരു വീട്. സത്യം പറഞ്ഞ ആ വീട് കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ കടന്നു വരുന്നോണ്ട് ഞാൻ എന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാണ്. കരയാൻ പാടില്ല. വളരെ സാധാരണ വീട്. ഒരു 2 ചെയർ കാണും.
സൗകര്യങ്ങളൊക്കെ കുറവാണ് എന്ന് പറഞ്ഞപ്പോ രാഷ്ട്രീയ രംഗത്ത് ഇത്രയും വർഷം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ എല്ലാം മനസ്സിൽ മാതൃകയായി എന്നും ഉണ്ടാവുമെന്ന സത്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചിലപ്പോ ട്രെയിൻ കാത്ത് നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഓരോ സമയത്തും നല്ല നല്ല ഓഫറുകൾ പല കോണുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആ ഓഫറുകളെല്ലാം അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ആദർശം അതിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യയശാസ്ത്രപരമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇത്തരം വ്യക്തികൾ, രാഷ്ട്രീയ രംഗത്ത് വർത്തിക്കുന്ന വ്യക്തികൾ, അത് ഏത് പാർട്ടിയിലായാലും നമുക്കൊക്കെ ഇവരെ കുറിച്ച് അഭിമാനത്തോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ. എല്ലാവരും ഓടി രക്ഷപ്പെടേണ്ടി വരും. അമ്മാതിരി തന്ത്രമാണ് ജഗദീഷിൻ്റേത്. പ്രതിപക്ഷത്തെ പുകഴ്ത്തി ചാക്കിലാക്കുന്ന പരിപാടി. ഇനി ആ VS അച്യുതാനന്ദനെ കൂടി രണ്ട് നല്ല വാക്ക് പറഞ്ഞ് UDF സ്ഥാനാർത്ഥിയായാൽ പത്തനാപുരത്ത് മത്സരം ഈസിയാക്കാമെന്നതാകണം ജഗദീഷിന്റെ പ്രതീക്ഷ. ആളെന്തായാലും സിനിമയിൽ കണ്ടതുപോലെയല്ല എന്ന് ഇതോടെ ബോധ്യമായില്ലേ? കടന്നപ്പള്ളിയെ വിട്ടുപിടിച്ച് ഉടനെ നേരെ ഉഴവൂർ വിജയന്റെ അടുത്തേക്കാണ് ജഗദീഷ് പോകുന്നത്. പണ്ടൊരിക്കൽ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച കഥകൾ ഓർത്തുകൊണ്ട് രണ്ട് ഹാസ്യ താരങ്ങളുടെ സംഗമം ഇതാ ഇവിടെ. എത്രയോ വർഷങ്ങൾ മുമ്പുള്ള പരിചയമാണ്. ഈ സിനിമയില് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിനു മുമ്പും സിനിമയുടെ വിജയാഘോഷ ചടങ്ങുകളിൽ ശ്രീ ഉഴവൂർ വിജയന്റെ ഒരുപാട് ഈ ആഘോഷ ചടങ്ങുകളിൽ സ്ത്രീധനം ഉൾപ്പെടെയുള്ള ഒരുപാട് വിജയാഘോഷ ചടങ്ങുകളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് ഏറ്റവും ഇപ്പൊ ഇഷ്ടപ്പെട്ടത്, അന്നൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രസംഗങ്ങളായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള, എന്നാൽ വെറും എന്റർടൈൻമെന്റ് അല്ല, ഇത് ഭംഗിവാക്കായിട്ട് പറയല്ല, ഞാൻ ഈ ടിവിയിൽ കാണുമ്പോൾ ചാനൽസില് ഇദ്ദേഹത്തിന്റെ പ്രസംഗം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കോമഡി പ്രോഗ്രാംസില് അല്ലാതെയുള്ള പ്രസംഗങ്ങളിലും ഒരു നേതാവിന്റെ വളർച്ച, എന്റെ കൺമുന്നിലുള്ള വളർച്ച, ചെറിയ നേതാവായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹത്തെ. ഇന്ന് അദ്ദേഹം ഒരു പാർട്ടി ഇവിടെ നയിക്കുന്നു. ഈ ആത്മാർത്ഥത, എന്താ പറയാ, നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഗ്രാമീണ നിഷ്കളങ്കതയാണ് ശ്രീ ഉഴവൂർ വിജയനെ മുന്നോട്ട് നയിക്കുന്നത്. അതിവിടെ രണ്ട് വാക്ക് സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊരു കുറ്റബോധം തോന്നുന്നു. ഒരുപാട് സന്തോഷം. പ്രതിപക്ഷത്തെ ഒന്നടങ്കം തമാശ പറഞ്ഞ് കളിയാക്കി ചിരിക്കാറുള്ള ഉഴവൂർ വിജയൻ ജഗദീഷിന്റെ ഈ സോപ്പിൽ വീണുപോകുമെന്നുറപ്പാണ്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ ഉഴവൂർ ജഗദീഷിനെ കളിയാക്കാൻ മെനക്കെടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ജഗദീഷിന്റെ സോപ്പിംഗ് വിജയിച്ച മട്ടിലായിരുന്നു ഉഴവൂരിന്റെ പ്രതികരണം. എനിക്ക് ജഗദീഷിനെ വലിയ ഇഷ്ടമുള്ള ആളാണ്. ജഗദീഷ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊരു അഹങ്കാരമുണ്ട്. ഞാനും ജഗദീഷും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം മറന്നുപോയി കാണും. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെനേക്കാൾ വലിയ റോളായിരുന്നു എൻ്റെ. വളരെ ശ്രദ്ധേയമായ റോൾ. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററെ കണ്ട റബ്ബറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. മിനിസ്റ്ററിനെ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നേ, ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഇതല്ലേ നേതാവിന്റെ വണ്ടി? തുറക്ക് ഈ പെട്ടി അകത്തോട്ട് വെക്കണം. ആലിബാബയും 40 കള്ളന്മാരും എന്ന ചിത്രത്തിൽ എന്റെ പെട്ടി ഞാൻ ജഗദീഷിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുള്ളത്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു. ഞാൻ ഇപ്പോഴും അത് ഓർക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹമായിരുന്നാലും നായകൻ പെട്ടിയല്ല. വെള്ളത്തിൽ ചാടിയാലും എന്ത് ചെയ്താലും അത് അതിൻ്റെതായ ഒരു ഗൗരവം വേറെ ഉണ്ട്. ആ പെട്ടിയൊക്കെ എടുത്ത് വെച്ചോളൂ. വെച്ചു സാർ. ആ പൗഡർ എന്തി? സാറിന്റെ ബ്രീഫ് കേസ് അങ്ങോട്ട് വന്നു. താനൊന്ന് പോയി നോക്കിയേ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിന്ന് പറ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഒരു സംഗമത്തിൽ, ഒരു താര സംഗമം എന്ന് വേണേ പറയാം, രാഷ്ട്രീയ രംഗത്തെ താരങ്ങളുണ്ട്. താരസംഗമം എന്നെല്ലാം പറഞ്ഞ് ജഗദീഷിനെ ആവോളം പുകഴ്ത്തി നടക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യം കൂടി ഉഴവൂർ ഒന്ന് ആലോചിക്കണം. ജഗദീഷിനെ പോലുള്ള ജനപ്രിയരെ രംഗത്തിറക്കുന്ന കോൺഗ്രസിനോട് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റുമുട്ടാൻ സഖാക്കൾക്ക് എങ്ങനെ സാധിക്കും? NCPക്കോ ഉഴവൂർ വിജയനോ സീറ്റ് കിട്ടുമോ എന്നതല്ല പ്രശ്നം. CPI